ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഡെയിലി ഞാൻ ഈ ഒരു ചാനലിലായിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ലൈക്ക് തരണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അശ്വിനെ അന്വേഷിച്ച് പോകുന്ന സമയത്തിന് നീലിമയ്ക്ക് വലിയൊരു അപകടം സംഭവിച്ചു. ഇതേ സമയത്തിന് സിദ്ധാർത്ഥിന്റെ മുറിയിലിരിക്കുകയായിരുന്നു ഹേമന്ത്. കുറെ നേരം അവന്റെ മുന്നിലിരുന്നിട്ട് പോലും സിദ്ധാർത്ഥ് അവനോട് ഒരു അക്ഷരം പോലും സംസാരിച്ചില്ല. ഏതോ സ്വപ്ന ലോകത്ത് ഇരുന്നു കൊണ്ടതിന്റെ സിഗരറ്റ് ഇങ്ങനെ പുകച്ച് തള്ളുവായിരുന്നു അവൻ. ഹേമന്ത് അവനെ തട്ടി വിളിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, മതി സ്വപ്നം കണ്ടത്. അപ്പോഴായിരിക്കും സിദ്ധാർത്ഥ് ഹേമന്തിനെ അവിടെ കാണുന്നത് തന്നെ. രൂക്ഷമായ ഒരു നോട്ടത്തോടു കൂടി തന്നെ സിദ്ധാർത്ഥ് അവിടെ നിന്നും ചാടി എഴുന്നേറ്റു. അതിനുശേഷം ഇരു കൈകളും ഹേമന്തിന്റെ തോളിൽ അമർത്തി. എവിടെ അച്ചു എവിടെയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ഹേമന്തിനെ അവൻ ശക്തമായി കുലുക്കി. സിദ്ധു പ്ലീസ് റിലാക്സ്, അച്ചു എവിടെയാണെന്നൊന്നും എനിക്കറിയില്ലടാ. ഇതിനെല്ലാത്തിനും പിന്നിൽ ലാവണ്യ തന്നെയായിരിക്കും എന്ന കാര്യം ഹേമന്തിന് ഏറെക്കുറെ ഉറപ്പാണ്. പക്ഷേ എന്തുകൊണ്ടോ സിദ്ധാർത്ഥിന്റെ മുന്നിൽ ലാവണ്യെ ഒറ്റുകൊടുക്കാനൊന്നും ഹേമന്തിന് തോന്നിയില്ല. ശരിക്കും നിനക്കറിയില്ലെന്ന് ഹേമന്തിനെ ഒട്ടും വിശ്വാസമില്ലാത്തതുപോലെ കണ്ണുകൾ തുറപ്പിച്ചു നോക്കിക്കൊണ്ട് തന്നെ സിദ്ധാർത്ഥ് വീണ്ടും ഹേമന്തിനോട് ചോദിച്ചു. തീക്ഷ്ണവും ക്രൂരവുമായിട്ടുള്ള സിദ്ധാർത്ഥിന്റെ ആ നോട്ടം കണ്ടുകൊണ്ട് തന്നെ ഹേമന്തിന് വല്ലാത്ത ഭയം തോന്നി. തന്റെ ഉള്ളിലുള്ള ഭയം എങ്ങാനും സിദ്ധാർത്ഥ് മനസ്സിലാക്കുമോ എന്നൊക്കെ ചിന്തിച്ച് ഹേമന്തിന് പേടി കൂടി. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിൽ നിന്നും തന്റെ കണ്ണുകളെ ഒളിപ്പിച്ചു നിർത്താൻ ഹേമന്ത് ആഗ്രഹിച്ചു. പക്ഷേ അത് പിന്നീട് കൂടുതലധികം പ്രശ്നമാവുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിനോട് തന്റെ മനസ്സിലുള്ളതെല്ലാം തന്നെ തുറന്നു പറയണമെന്ന് ഹേമന്ത് ആഗ്രഹിച്ചു. ഇതേ സമയത്തിന് ലാവണ്യെ ഓർത്ത സമയത്തിന് ഹേമന്ത് നിസ്സഹായനായി. ഹേമന്ത് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ലാവണ്യ, ഞാൻ എന്തിന്റെ പേരിലാണ് നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അതും എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടി. ശരിക്കും ഞാനൊരു ചതിയനാണെന്നിങ്ങനെ ഹേമന്ത് വേദനയോടെ ചിന്തിച്ചു. പിന്നെ സിദ്ധാർത്ഥിന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് തന്നെ ഹേമന്ത് പറഞ്ഞത്, ശരിക്കും സിദ്ധു, എനിക്കൊന്നും അറിയില്ല. ഹേമന്ത് അങ്ങനെ ഉറപ്പിക്കും പോലെ പറഞ്ഞിട്ട് പോലും സിദ്ധാർത്ഥ് ആ ഒരു നോട്ടം വെട്ടിച്ചില്ല. സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ തന്റെ മനസ്സ് ചൂഴ്ന്നെടുക്കുന്നത് പോലെ ഹേമന്തിന് തോന്നി. പിന്നെ സിദ്ധാർത്ഥ് പതിയെ ഹേമന്തിന്റെ തോളിൽ നിന്നും കൈയെടുത്തതിനു ശേഷം അരികിൽ നിന്നും മാറി നിന്നു. അതിനുശേഷം വീണ്ടും തന്റെ പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് വീണ്ടും പുകച്ചു തുടങ്ങി. ഹേമന്ത് മനസ്സിൽ ചിന്തിക്കുന്നത്, താനും സിദ്ധാർത്ഥും ഏറ്റവും നല്ല കൂട്ടുകാരാണ്. എന്നിട്ട് പോലും താൻ ഇപ്പോഴെന്താണ് സിദ്ധാർത്ഥിനോട് ചെയ്യുന്നത്? എന്നെ സ്നേഹിക്കാത്തൊരു പെണ്ണിന് വേണ്ടിയിട്ട് പാവം ഞാൻ എന്റെ സിദ്ധാർത്ഥിനെ വേദനിപ്പിക്കുന്നു. സിദ്ധു ഈ അവസ്ഥയിൽ നിന്നിട്ട് പോലും ലാവണ്യെ ആ കണ്ണിലൂടെ മാത്രമേ താൻ കാണുന്നുള്ളൂ. അവളുടെ വികാരങ്ങളോട് മാത്രമേ എനിക്ക് മമത തോന്നുന്നുള്ളൂ. ഇതിപ്പെന്താ ഇങ്ങനെയെന്നൊക്കെ ചിന്തിച്ച് ഹേമന്ത് സ്വയം കുറ്റപ്പെടുത്തി. അങ്ങനെ കുറച്ചു നേരത്തേക്ക് രണ്ടുപേരുടെയും ഇടയിൽ നിശബ്ദത പടർന്നു. എന്ത് എങ്ങനെ പറയണമെന്നൊന്നും ഹേമന്തിനറിയില്ലായിരുന്നു. ഹേമന്ത് വീണ്ടും ഒരു ദീർഘനിശ്വാസം എടുത്തു. ഇതേ സമയത്തിന് സിദ്ധാർത്ഥിന്റെ കയ്യിലെ സിഗരറ്റ് എരിഞ്ഞു തീരാറായിരുന്നു. സിദ്ധു, കൈ സൂക്ഷിക്കുമെന്ന് അവന്റെ കയ്യിൽ പൊള്ളലേൽക്കുമെന്ന് കരുതിക്കൊണ്ട് തന്നെ ഹേമന്ത് ആദിയോടെ പറഞ്ഞു. അപ്പോഴായിരുന്നു സിദ്ധാർത്ഥും അത് ചിന്തിക്കുന്നത്. അവൻ പെട്ടെന്ന് തന്നെ ആ ഒരു സിഗരറ്റ് കുറ്റിക്കെടുത്തി. അപ്പോഴും അവനാകെ എന്തോ ചിന്തയിലായിരുന്നു. കണ്ണിനാകെ ഒരു മങ്ങല് പോലെ സിദ്ധാർത്ഥിന് തോന്നി. മുന്നിൽ നിൽക്കുന്ന ഹേമന്തിനെ പോലും വ്യക്തമായിട്ട് സിദ്ധാർത്ഥിനെ കാണാൻ കഴിയുന്നില്ല. എനിക്കിത് എന്ത് പറ്റിയെന്നിങ്ങനെ സിദ്ധാർത്ഥ് പയ്യെ ചോദിച്ചു. ഹേമന്ത്, എനിക്ക് തീരെ വയ്യടാ, നമുക്ക് പിന്നെ സംസാരിക്കാം. സിദ്ധാർത്ഥ് അങ്ങനെ പതിഞ്ഞ സ്വരത്തിൽ പറയുന്ന സമയത്തിന് അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ള കാര്യം ഹേമന്തിന് മനസ്സിലായി. അതെ, തനിക്ക് എന്തൊക്കെയോ അറിയാമെന്ന് സിദ്ധാർത്ഥ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാതെ തന്നെ ഹേമന്ത് പയ്യെ പുറത്തേക്കിറങ്ങി. ഹേമന്തിനാകെ നാണക്കേട് തോന്നി. സിദ്ധാർത്ഥ് തന്റെ കൂടപ്പിറപ്പിനെ പോലെയാണെന്ന് പറയാൻ പോലും തനിക്ക് അർഹതയില്ല എന്ന കാര്യം ഹേമന്തിന് മനസ്സിലായി. ഇതേ സമയത്ത് സിദ്ധാർത്ഥ് അവനെ പറ്റിയിട്ട് തന്നെ ചിന്തിക്കുകയായിരുന്നു. എല്ലാം ഹേമന്തിന് വ്യക്തമായിട്ട് അറിയാം. എന്നിട്ടും എത്ര ഭംഗിയായിട്ടാണ് അവൻ എന്റെ മുന്നിൽ അഭിനയിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ലാവണ്യക്കല്ലാതെ മറ്റാർക്കും ഈ പണി ഒപ്പിക്കാനുള്ള ധൈര്യമുണ്ടാവില്ല. ലാവണ്യയുടെ അടുത്ത് അവന് കുറച്ച് ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൂടുതലാണ്. അതേതായാലും അവൻ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അവൾക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും. അതെല്ലാം ചിന്തിക്കുന്ന സമയത്തിന് സിദ്ധാർത്ഥിന് വല്ലാത്ത ദേഷ്യം വന്നു. സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, സിദ്ധാർത്ഥ് തനിയെ ഇങ്ങനെ പറയുന്നുണ്ട്, ലാവണ്യ, നീ തീ കൊണ്ടാണ് കളിക്കുന്നത്. നിന്റെ കുടുംബത്തിലേക്ക് ഒരു ഉപദ്രവം കൊണ്ട് കയറി വരണമെന്നോ ഞാൻ ഇന്നേ വരെ കരുതിയിട്ടില്ല. പക്ഷേ ഇന്ന് നീ എനിക്ക് വേണ്ടപ്പെട്ടവരിൽ ഒരാളെ തൊട്ടു. അതിനേതായാലും നിനക്ക് മാപ്പില്ല എന്നിങ്ങനെ സിദ്ധാർത്ഥ് അമർഷത്തോടുകൂടെ പറഞ്ഞു. അതിനുശേഷം ചെയറിലേക്ക് ഇങ്ങനെ ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് പറയുന്നത്, അച്ചു, നിന്നെ ഈ ഡാഡി വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് മോനെ. നീ എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഡാഡി ഓടി വന്നേനെ. സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ ആ കുഞ്ഞുമുഖം നിറഞ്ഞു നിന്നു. എന്നിട്ട് അവൻ വിഷമത്തോടുകൂടെ തന്നെ കണ്ണുകൾ ഇറക്കിയടച്ചു. ഇതേ സമയത്തിന്റെ വീടിന്റെ പൂമുഖത്തിരുന്നു കൊണ്ട് തന്നെ പത്രം വായിക്കുകയായിരുന്നു വിശ്വനാഥൻ. ഗീതാമ്മയും അയാൾക്കരികിൽ തന്നെയുണ്ട്. നീലിമയെ കാണാതായെന്നുള്ള വിവരമൊന്നും ഗീതാമ്മയും വിശ്വനാഥും അറിഞ്ഞിട്ടില്ല. ആ സമയത്തായിരുന്നു ആ വീട്ടിൽ നിന്നിരുന്ന ഒരു ബോഡി ഗാർഡ് അങ്ങോട്ടേക്ക് വന്നത്. മാഡം, ഒരു പ്രശ്നമുണ്ടെന്ന് പറയുന്ന സമയത്തിന് എന്ത് പറ്റി, ആ ചെറുക്കന്റെ കാര്യം വല്ലതുവാണോ എന്ന് ചോദിക്കും. അതല്ല മാഡം, നീലിമയെ ഇന്നലെ രാത്രി മുതൽ കാണാതായി. അയാൾ അങ്ങനെ കുറ്റബോധത്തോടുകൂടി തല താഴ്ത്തി പറയുന്ന സമയത്തിന് വാട്ട് എന്നിങ്ങനെ ഭാര്യയും ഭർത്താവും ഞെട്ടലോട് കൂടി ചോദിച്ചു. സോറി മാഡം, സത്യമായിട്ടും എന്താ സംഭവിച്ചതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഇന്നലെ രാത്രി വരെ അവൾ അവിടെ ഉണ്ടായിരുന്നു. മകന്റെ കാര്യം പറഞ്ഞ് അലറി വിളിച്ച് കരയുന്നതൊക്കെ ഞങ്ങൾ കേട്ടതാ. പക്ഷേ ഇടയ്ക്ക് ചെന്ന് നോക്കുമോ എന്നൊക്കെ പറഞ്ഞ് അയാൾ പാതിയിൽ അങ്ങ് നിർത്തി. ഗീതാമ്മ ചോദിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
ഇത്രയൊക്കെ ആയിട്ട് നിങ്ങൾക്കൊരു ശ്രദ്ധയുമില്ലാതായി പോയല്ലോ. അന്നേരം സിദ്ധാർത്ഥ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്നങ്ങനെ വിശ്വനാഥൻ ആശങ്കയോട് ചോദിച്ചു. ഇല്ല, സിദ്ധാർത്ഥ സാറിന് ഇതുവരെ ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. അന്നേരം വിശ്വനാഥ് സാർ ആശ്വാസത്തോടൊന്ന് നെടുവീർപ്പിട്ടു. ശരി, വേഗം തന്നെ പോയിട്ട് അവളെ കണ്ടെത്ത്. എന്തെങ്കിലും വിവരം കിട്ടിയ ഉടനെ തന്നെ എന്നെ അറിയിക്കണം. അപ്പൊ തന്നെ ഗാർഡ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയിരുന്നു. വിശ്വനാഥാണെങ്കിൽ ആകെ ടെൻഷനോട് കൂടി തന്നെ നെറ്റിയിൽ ഇങ്ങനെ കയ്യമർത്തി നിന്നു. ഷോ, ഈ നശിച്ച പെണ്ണ് ഇതെങ്ങോട്ടേക്കായി പോയതെന്നിങ്ങനെ ഗീതാമ്മ അമർഷത്തോട് ചോദിച്ചു. അവരുടെ മുഖത്തു നന്നേ ടെൻഷൻ ഉണ്ടായിരുന്നു. ഈശ്വര, സിദ്ധു എങ്ങാനും ഇതറിഞ്ഞാൽ പിന്നെ അത് മതി വഴക്കുണ്ടാക്കാൻ. ആ പെണ്ണിനെ കൊണ്ട് ഒരു കാലത്തും മനസ്സമാധാനം കിട്ടുന്നില്ലല്ലോ ദൈവമേ എന്നിങ്ങനെ ഗീതാമ്മ ദേഷ്യത്തോടുകൂടി വെറുപ്പോടുകൂടെ പറഞ്ഞു. ഗീതാമ്മ പറഞ്ഞിട്ട്, ലാവണ്യയുടെയും സിദ്ധാർത്ഥിന്റെ വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടത്താൻ നോക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയ വിഷയമായിട്ടാണെങ്കിൽ ഗീതാമ്മ വിഷമത്തോടു കൂടെ ചോദിച്ചു. അയാളെയും കൂടെ ഈ വിഷയത്തിൽ ഉൾപ്പെടുത്താൻ അവൾ ആഗ്രഹിച്ചിരുന്നു. വിശ്വനാഥൻ പറഞ്ഞിട്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഗീതേ? നീ എനിക്ക് ഇത്തിരി സ്വസ്ഥതയും സമാധാനവും താ. ഇതെല്ലാം തുടങ്ങി വെച്ചത് നീയാണ്. എന്നിട്ടിപ്പോ എന്തായി? വിശ്വനാഥന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് ഗീതാമ്മ അങ്ങനെ ഞെട്ടലോട് കൂടെ ആയിരിക്കട്ടെ നോക്കുന്നത്. കാരണം ആദ്യമായിട്ടാണ് ഗീതാമ്മയോട് അയാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അത്യാവശ്യം നല്ല സമ്പന്ന കുടുംബത്തിലാണ് ഗീതാമ്മ ജനിച്ചത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള അഹംഭാവവും അഹങ്കാരവും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ ഭർത്താവിന്റെ ഇപ്പോഴത്തെ ഈ ഒരു പെരുമാറ്റം ഗീതാമ്മക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. ഗീതാമ്മ ചോദിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സമാധാനം വേണമെന്നോ? എന്താ, സിദ്ധു നിങ്ങളുടെ കൂടെ മോനല്ലേ? അവന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താ യാതൊരുവിധ റെസ്പോൺസിബിലിറ്റിയും ഇല്ലേ? എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണമല്ലേ? പിന്നെ നിങ്ങൾ എന്തിനാ അവന്റെ അച്ഛനാണെന്നും പറഞ്ഞ് നടക്കുന്നത്? അവർ തമ്മിൽ അങ്ങനെ വഴക്കെടുക്കുന്ന സമയത്തിന് അയാളിലെ അസ്വസ്ഥത കൂടി. ഗീതാമ്മയോട് താൻ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം കൂടുതൽ വഷളാവുമെന്ന് വിശ്വനാഥന് തോന്നി. അതുകൊണ്ട് തന്നെ നിശബ്ദനായി നിന്നുകൊണ്ടതിന് വിശ്വനാഥൻ നേരെ മുകളിലേക്ക് നിലയിലേക്ക് കയറിപ്പോയി. റൂമിന്റെ വാതിൽ കൊട്ടിയടക്കുന്ന ആ ഒരു ശബ്ദം കേട്ടതോടുകൂടി തന്നെ ഗീതാമ്മ തളർച്ചയോടുകൂടി തന്നെ നേരെ സോഫയിലേക്ക് ഇരുന്നു. തന്റെ ചുമരിൽ ഒരുപാടധികം ഭാരം നിറയുന്നത് പോലെ അവർക്കപ്പോൾ തോന്നി. ജീവിതത്തിൽ ആദ്യമായിട്ട് അവർ സ്വന്തം തീരുമാനങ്ങളെ സംശയിച്ചു. ലാവണ്യയുടെ ഫാമിലിയും വിശ്വ ഫാമിലിയും കൂടി ഒന്നാവാനുള്ള താൻ എടുത്ത തീരുമാനം തെറ്റായിരുന്നു. ഇപ്പോഴും ആ ഒരു കാര്യത്തിൽ അവർ നന്നേ ആശയക്കുഴപ്പത്തിലായിരുന്നു. പക്ഷേ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും സിദ്ധു നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം. പക്ഷേ അതൊരിക്കലും ലാവണ്യ ആവരുത്. ആ ഒരു കാര്യത്തിൽ അവരിൽ വേണ്ടുപോലും ഷാഢ്യം നിറഞ്ഞിരുന്നു. എന്തായാലും തൽക്കാലത്തേക്ക് നീലിമയെ കാണാതായി എന്നുള്ള കാര്യം സിദ്ധാർത്ഥ് ഒരിക്കലും അറിയരുത്. അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗീതാമ്മ തന്റെ മാനേജറെ അടുത്തേക്ക് വിളിപ്പിച്ചു. ഗീതാമ്മ പറഞ്ഞിട്ട്, പെട്ടെന്ന് തന്നെ നീലിമയെ പോലുള്ള ഒരു പെൺകുട്ടിയെ കണ്ടെത്തണം. എന്നിട്ട് അവരെ വീട്ടിലേക്ക് എത്തിക്കാൻ നോക്കണം. അധികം വൈകരുത്. എത്ര വേണമെങ്കിലും പണം കൊടുക്കാം. പക്ഷേ ഒരു കാരണവശാലും പുറത്തുള്ളവരൊന്നും ഈ കാര്യം അറിയാതെ താൻ ശ്രദ്ധിക്കണം. അധികം വൈകാതെ തന്നെ ഗീതാമ്മ പറഞ്ഞ ആ ഒരു കാര്യം അവർ ചെയ്തു. അവരുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്തിന് ആ മുറിയിൽ ആരോ ഉള്ളതുപോലെ അവർക്ക് തോന്നും. അതുകൊണ്ട് തന്നെ നീലിമയെ കാണാതായ വിവരം ഒരിക്കലും സിദ്ധാർത്ഥിന്റെ ഗാർഡ്സ് മനസ്സിലാക്കിയില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ ഗീതാമ്മ നേരെ സിദ്ധാർത്ഥിനെ കാണാൻ വേണ്ടി ചെന്നു. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെങ്ങാനും സിദ്ധാർത്ഥ് അറിയുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി തന്നെയായിരുന്നു അവർ ശ്രമിച്ചിരുന്നത്. ലിവിംഗ് റൂമിലെ ഹാളിൽ ചിന്തയിലായിരിക്കുന്ന സമയത്ത് പോലും അവന്റെ ചുണ്ടിൽ സിഗരറ്റ് എരിയുന്നുണ്ടായിരുന്നു. ആ ഒരു കാഴ്ചയും കണ്ടുകൊണ്ടായിരുന്നു ഗീതാമ്മ അങ്ങോട്ടേക്ക് കയറി ചെന്നത്. അവരെ കണ്ടപ്പോഴേക്കും സിദ്ധാർത്ഥ് അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ ഭാവിച്ചു. അവരോട് സിദ്ധാർത്ഥിനാണെങ്കിൽ ഒന്നും തന്നെ സംസാരിക്കാനില്ലായിരുന്നു. ഗീതാമ്മ ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങോട്ടേക്കായി പോകുന്നത് സിദ്ധു? നിന്റെയും ലാവണ്യയുടെയും കല്യാണം റീഷെഡ്യൂൾ ചെയ്യണ്ടേ? അതും ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നടക്കണം. ഈ സമയത്ത് നീ പുറത്തു പോയിട്ട് എന്തെങ്കിലും മറ്റ് പ്രശ്നമൊന്നും ഉണ്ടാക്കി വെക്കരുത്. അന്നേരം സിദ്ധാർത്ഥ് പറഞ്ഞിട്ട്, എന്ന് പറഞ്ഞ് എനിക്ക് എന്റെ ജോലിക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ ശാന്തമായി പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇപ്പോൾ എങ്ങനെയെങ്കിലും അശ്വിനെ കണ്ടെത്തുക എന്ന് മാത്രമാണ് സിദ്ധാർത്ഥിന്റെ ജോലി. അതിനുശേഷം നീലിമക്കും കുഞ്ഞിനുമൊപ്പം സന്തോഷത്തോടുകൂടി ജീവിക്കണം. സിദ്ധാർത്ഥിന്റെ മനസ്സിൽ ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും തനിക്കെല്ലാം നഷ്ടമായി പോകുന്നത് പോലെയാണ് സിദ്ധാർത്ഥിന് ഇപ്പോൾ തോന്നുന്നത്. ജീവിതത്തിൽ ആദ്യമായി സ്വയം ശക്തിയില്ലാത്തതുപോലെ അവൻ അന്നു മുതലാണ് ആദ്യമായി അനുഭവപ്പെട്ടു തുടങ്ങിയത്. അവൻ നേരെ പോയിരിക്കുന്നത് ഓഫീസിലേക്കായിരുന്നു. ഓഫീസിലെത്തിയ ഉടനെ സിദ്ധാർത്ഥ് നേരെ മനീഷിനെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു. മനീഷിനോട് ചോദിക്കുന്നത്, തന്നോട് ലാവണ്യെ പറ്റിയിട്ട് അന്വേഷിക്കാൻ ഞാൻ പറഞ്ഞിരുന്നില്ലേ? എന്നിട്ട് എന്തായി? ഇനി അപ്ഡേറ്റ്സ് എന്ന് ചോദിക്കും. മനീഷ് പറഞ്ഞിട്ട്, അവരുടെ വീടിന്റെ മുന്നിൽ നമ്മുടെ ആളുണ്ട് സർ. പിന്നെ അവരെവിടെ പോയാലും നമ്മൾ ഫോളോ ചെയ്യും. അതെ, ഞാൻ പറഞ്ഞത് പ്രത്യേകം ഓർക്കണം. കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ ചെയ്യണം. ഒരു പാളിച്ചയും ഉണ്ടാവരുത്. കാരണം അച്ചു എങ്ങാനും അവളുടെ കസ്റ്റഡിയിലാണെന്നുള്ള കാര്യം എനിക്ക് നല്ല സംശയമുണ്ട്. വ്യക്തമായിട്ടുള്ള തെളിവില്ലാതെ ഇപ്പം എനിക്ക് ഏതായാലും ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തെങ്കിലും തെളിവ് കിട്ടിയാൽ ഉടനെ തന്നെ ആക്ഷൻ എടുക്കണമെന്നൊക്കെ സിദ്ധാർത്ഥ് ഓർമ്മിപ്പിച്ചു. തീർച്ചയായിട്ടും ബോസ്, അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് മനീഷ് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ ഗാർഡ്സിനെ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞ് ഏൽപ്പിച്ചു. അവർ വീണ്ടും അന്വേഷണത്തിനൊരുങ്ങി. അങ്ങനെ സിദ്ധാർത്ഥ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പോലും അശ്വിനെ പറ്റിയിട്ടുള്ള ചിന്തയിൽ തന്നെയായിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് തന്റെ ഭാഗത്തു നിന്നും ഒരു കംപ്ലൈന്റ് കൊടുത്താലോ എന്നുവരെ സിദ്ധാർത്ഥ് ചിന്തിച്ചു. പക്ഷേ കൊടുത്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സിദ്ധാർത്ഥിന്റെ അടുത്തുണ്ടായിരുന്ന പകുതി സോഴ്സ് പോലും അവരുടെ ഒന്നും കയ്യിലില്ല. മാത്രമല്ല ഇത് തന്റെ അച്ഛനും അമ്മയും കൂടെ ഉൾപ്പെട്ട കേസാണ്. അന്വേഷണം എങ്ങാനും അവരുടെ ഭാഗത്ത് നീണ്ടാലും അത് വലിയ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് തന്നെ തൽക്കാലം പോലീസ് കംപ്ലൈന്റ് വേണ്ട എന്ന കാര്യം സിദ്ധാർത്ഥ് തീരുമാനിച്ചു.
അപ്പോഴാണ് സിദ്ധാർത്ഥിന്റെ ഫോൺ റിങ് ചെയ്തത്. സിദ്ധാർത്ഥ് നോക്കുന്ന സമയത്തിന് വിളിച്ചത് മനീഷായിരുന്നു. തിടുക്കത്തോടു കൂടി തന്നെ സിദ്ധാർത്ഥ് കോൾ അറ്റൻഡ് ചെയ്തു. ആ മനീഷ് എന്തെങ്കിലും അറിഞ്ഞോ? അച്ചു അവളുടെ കൂടെ ആ ലാവണ്യയുടെ കൂടെ ഉണ്ടോ എന്നിങ്ങനെ സിദ്ധാർത്ഥ് വെപ്രാളത്തോട് ചോദിച്ചു. ഇല്ല ബോസ്, ഞാൻ ഓഫീസിലൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. ലാവണ്യയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. സിദ്ധാർത്ഥിന് അങ്ങ് ദേഷ്യം വന്നു കൊടുത്തിനെ സ്റ്റിയറിംഗിൽ അങ്ങ് ആഞ്ഞടിച്ചു. എന്നിട്ട് ശരിക്കും മാറ്റങ്ങളൊന്നും ഇല്ലെന്ന് അവൻ ദേഷ്യത്തോടു കൂടെ ചോദിച്ചു. ആ സമയത്തിന് മനീഷിന് പ്രത്യേകിച്ച് മറുപടി നൽകാനൊന്നും കഴിഞ്ഞില്ല. സിദ്ധാർത്ഥ് പറഞ്ഞത് ശരി, അവളെ നല്ലോണം വാച്ച് ചെയ്യാൻ നോക്ക്. അവളുടെ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കണമെന്നിങ്ങനെ സിദ്ധാർത്ഥ് ഗൗരവത്തോടു കൂടെ പറഞ്ഞു. അതിനുശേഷം മനീഷ് എന്ത് പറയാനാണ് തന്നെ വിളിച്ചതെന്ന് പോലും ചോദിക്കാതെ ദേഷ്യപ്പെട്ട് സിദ്ധാർത്ഥ് ഫോൺ കട്ട് ചെയ്തു. ലാവണ്യ തന്നെയായിരിക്കും അശ്വിന്റെ മിസ്സിംഗിന് പിന്നിലുള്ള കാരണം എന്ന കാര്യം സിദ്ധാർത്ഥ് ഉറച്ചു വിശ്വസിച്ചിരുന്നു. കാരണം ഇതൊരിക്കലും പണം ചോദിച്ചുള്ള കിഡ്നാപ്പിംഗ് അല്ല. അശ്വിനെയും സിദ്ധാർത്ഥിനെയും നന്നായിട്ട് അറിയുന്ന ആള് തന്നെയാണ് ഇത് കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് അശ്വിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യേണ്ടതെന്നറിയാതെ സിദ്ധാർത്ഥ് ആകെ അങ്ങ് കുഴങ്ങി. സിദ്ധാർത്ഥിനെ നേരിൽ കണ്ടിറങ്ങിയതിനു ശേഷം ഹേമന്ത് ആണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അച്ചുവിന്റെ ഓമനത്വം നിറഞ്ഞ മുഖം അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. ലാവണ്യക്ക് നീലിമയോടുള്ള വെറുപ്പാണ് ഇതിനെല്ലാത്തിനും കാരണം. ഇനി ഇതുപോലെ തന്നെ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തനിക്കൊരിക്കലും സ്വസ്ഥതയും സമാധാനവും ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ഹേമന്ത് ഏതായാലും ലാവണ്യെ നേരിട്ട് ചെന്ന് കാണാൻ തീരുമാനിച്ചു. കുഞ്ഞ് ലാവണ്യയുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ആ കുഞ്ഞിനെ സിദ്ധാർത്ഥിനെ തിരിച്ചേൽപ്പിക്കണമെന്ന് പറയാനായിരുന്നു ഹേമന്ത് അങ്ങോട്ടേക്ക് ചെന്നത്. ലാവണ്യയുടെ വീട്ടിലേക്ക് എത്തിയതോടുകൂടി തന്നെ ഹേമന്ത് തിടുക്കത്തിൽ കാറിൽ നിന്നിറങ്ങി. അതിനുശേഷം ഡോർബെല്ലിനെ നിർത്താതെ അക്ഷമയോട് കൂടെ അമർത്തി. വീട്ടിലുള്ളവരെല്ലാം എന്ത് കരുതുമെന്ന് പോലും ആ സമയത്ത് ഹേമന്ത് ചിന്തിച്ചില്ല. ആരേത് ഒട്ടും മാനസ് ഇല്ലാത്തവൻ ഒന്ന് നിർത്തുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് സെർവന്റ് ദേഷ്യത്തോടു കൂടിയായിരിക്കും ഡോറ് തുറന്നു കൊടുക്കുന്നത്. ഡോറ് തുറന്ന ഉടനെ തന്നെ ഹേമന്ത് ചോദിക്കുന്നുണ്ട്, ലാവണ്യ എവിടെ? എനിക്ക് അവളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. പെട്ടെന്നത് കേൾക്കുന്ന സമയത്തിന്റെ സെർവന്റ് എന്ന് അമ്പരന്നു. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, ഉണ്ട് സർ, മാഡം അകത്തുണ്ട്, ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാമെന്നിങ്ങനെ സെർവന്റ് പറയുന്ന സമയത്തും അവൻ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് സെർവന്റ് ഊഹിച്ചു. അതുകൊണ്ട് തന്നെ അവനെ അകത്തേക്ക് കയറ്റിവിടാനൊന്നും അവർക്ക് താല്പര്യമില്ലായിരുന്നു. അതെ, അതിനൊന്നും ആവശ്യമില്ല, ഞാൻ തന്നെ അവളെ നേരിട്ട് പോയി കണ്ടോളാമെന്നൊക്കെ പറഞ്ഞ് സെർവന്റിനെ തട്ടിമാറ്റിക്കൊണ്ടതിന് ഹേമന്ത് നേരെ ലാവണ്യെ കാണാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറിപ്പോയി. സെർവന്റിനൊന്നും തന്നെ പറയാൻ അവസരം കിട്ടിയില്ല. കാരണം ആ സമയത്ത് ഹേമന്ത് വളരെയധികം അസ്വസ്ഥനാണെന്നുള്ള കാര്യം സെർവന്റിന് മനസ്സിലായിരുന്നു. സർ, ലാവണ്യമ്മയുടെ മുകളിലെ ഇടത്തിലെ 3ാമത്തെ റൂമിലാണെന്നൊക്കെ സെർവന്റ് വിളിച്ചു പറഞ്ഞതിനു ശേഷം അവരുടെ ജോലി ചെയ്യാൻ അവിടെ നിന്ന് പോയി. ഹേമന്ത് നേരെ സെർവന്റ് പറഞ്ഞ ആ ഒരു വാതിലിന്റെ നേരെ ചെന്നിട്ട് ഇങ്ങനെ തട്ടി വിളിച്ചു. ലാവണ്യ എന്നിങ്ങനെ വിളിക്കുന്ന സമയത്തിന് ഒരു പേടിയോടുകൂടെ തന്നെ ആരാന്നിങ്ങനെ ലാവണ്യ ചോദിക്കുന്നതും കണ്ടുകൊണ്ടാട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഹേമന്ത് ലാവണ്യയുടെ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം പിന്നീട് അങ്ങോട്ടേക്ക് ഒരു വമ്പൻ ട്വിസ്റ്റ് തന്നെ നടക്കുന്നുണ്ട്. അതിന്റെ എപ്പിസോഡ് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നും ഇതേപോലെ തന്നെ ഡെയിലി റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ കേട്ടോ. അതേപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ കമൻസ് അതെന്തായാലും മടിക്കാതെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇനി ഏതായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതിനു മുൻപ് വീഡിയോക്ക് ഒരു ലൈക്ക് തരണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കല്ലേ കേട്ടോ. ബൈ.